സുഹൃത്തുക്കളെ, മലയാള സിനിമയുടെ ഈ ആഴ്ച മലയാള സിനിമയെ പറ്റിയുള്ള വാർത്തകൾ ഈ പുളിച്ച് നാറിയ അവസ്ഥയിലാണുള്ളത്. മലയാളത്തിലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന ശ്രീ രഞ്ജിത്ത് ഒരു സ്ത്രീ പീഡന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രഞ്ജിത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു കുട്ടിയെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എന്നൊരു കേസ് നേരിടുകയാണ്. ഈ രഞ്ജിത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഈ ഒരു മെയിൽ ഷോവനിസം, അതായത് ആൺ പോരിമ എന്ന് പറഞ്ഞ ഒരു സാധനം അത് കൊണ്ടുവന്ന ഒരാളാണ്. ഈ ഒരുപാട് നാളുകളായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ഒരാളാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ. കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങളും അദ്ദേഹം എടുത്തിട്ടുണ്ട്. രഞ്ജിത്തിനെതിരെയുള്ള കേസ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു ബംഗാളി ചലച്ചിത്ര നടിയാണ്. ആ പെൺകുട്ടി ശ്യാമപ്രസാദിൻ്റെ അകലെ എന്ന് പറയുന്ന ഒരു ചിത്രം, നല്ലൊരു ചിത്രമാണ്. ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയുടെ അഭിനയം ഇഷ്ടപ്പെട്ട് രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ പലേരി മാണിക്യം എന്ന് പറയുന്ന മമ്മൂട്ടി ഡബിൾ റോളൊക്കെ ചെയ്ത ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു. അതിൻ്റെ അവരുടെ ഒരു ഹോട്ടൽ ഗ്യാതറിങ്ങിനിടയിൽ ആ കുട്ടിയോട് അപമര്യാദയായി പെരുമാറി, അതിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ അതിനെ കടന്നു പിടിച്ചു എന്നതാണ് ആ കുട്ടിയുടെ ആരോപണം. ആ ആരോപണം അത് ഹേമ കമ്മിറ്റിയുടെ മുന്നിലാണ് ആ കുട്ടി കൊടുത്തിരിക്കുന്നത്. അതിലും ഷോക്കിംഗ് ആയിട്ടുള്ള വേറൊരു വാർത്ത വന്നത് മലയാളത്തിലെ ഒരു വെഴ്സറ്റൈൽ ആക്ടറായിട്ടുള്ള സിദ്ദിഖിനെ പറ്റിയാണ്. സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ നമ്മുടെ AMM അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈയിടയ്ക്ക് ചാർജ് എടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സിദ്ദിഖിനെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ്. ആ കുട്ടി അതിൻ്റെ ജീവന് കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ കുട്ടി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടി. അതാണ് സിദ്ദിഖിനെതിരെയുള്ള കേസ്. കഴിഞ്ഞിട്ടില്ല, ഈ യുവതാരം ജയസൂര്യയെ പറ്റിയും ഇതുപോലെ തന്നെ ഒരു യുവനടി ഇതുപോലെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ജയസൂര്യ ഒരു ഹോട്ടലിൽ വെച്ച് ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ, ഒരു പോപ്പുലറായിട്ടുള്ള ഒരു പെൺകുട്ടിയാണത്, ആ കുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞൊരു യുവനടി. ആ കുട്ടി അത് കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ്. ജയസൂര്യയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ജയസൂര്യയൊക്കെ ഒരു നന്മ മരമാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുന്നതിന് മുന്നേ അദ്ദേഹം പൊതുവെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാറുണ്ട്. പൊതുവെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം ഒരു PR വർക്കായിട്ടാണ് പൊതുജനങ്ങൾ പൊതുവെ കാണുന്നത്. ഈ നന്മ ചെയ്യുന്നതോടുകൂടി അദ്ദേഹം ഒന്ന് പോപ്പുലറാകുന്നു, പുറകെ ആ സിനിമയും അനൗൺസ് ചെയ്യുന്നു, അതിൻ്റെ റിലീസിന് വരുന്നു. ഈ ഒരു പരിപാടി ആയിരുന്നു കുറച്ച് നാളായിട്ട്. പക്ഷേ ഈ ഒരു വാർത്ത വന്നതിനെ പിന്നെ ജയസൂര്യ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ ഈ തവണ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ദിലീപിനെതിരെ പണ്ട് കേസ് വന്ന സമയത്ത്, ഈ സ്ത്രീപീഡന കേസ് വന്ന സമയത്ത്, ഈ ഒരുപാട് സിനിമാ താരങ്ങൾ, പ്രത്യേകിച്ചും പൊളിറ്റിക്കലൊക്കെ ആയിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള താരങ്ങൾ, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള താരങ്ങൾ, ഉദാഹരണത്തിന് ഗണേഷ് കുമാർ എന്ന് പറയുന്ന നടൻ, അല്ലെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന നടനൊക്കെ, ഈ മാധ്യമങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരെ ദിലീപിനെ ഡിഫെൻഡ് ചെയ്ത് വളരെ ആക്രോശിച്ച നിലയിലൊക്കെ വർത്തമാനം പറയുമായിരുന്നു. ദിലീപ് ഞങ്ങളുടെ അമ്മയുടെ ഒരു മകനാണ്, അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു മാധ്യമങ്ങളോട് അന്ന് ടോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തവണ ഇവർ അങ്ങനെ ആരും പരസ്യമായിട്ട് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആക്രോശമോ ഒന്നും കാണാനില്ല. ഈ സിനിമാ മേഖലയിൽ തന്നെ ഇവരിൽ പല ആളുകളും ഇപ്പോൾ പരാതിപ്പെട്ട അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന കുട്ടികൾ സിനിമാ മേഖലയിൽ തന്നെ അതാത് വേദികളിൽ അവർ പരാതിപ്പെട്ടിരുന്നു. അത് തീരെ ആരും ടേക്കപ്പ് ചെയ്തില്ല. ഏതായാലും വൈകിയാണെങ്കിലും അവർക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ പൊതുവായിട്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുള്ളൂ. നമുക്ക് ഒരു നല്ല വാർത്ത, ഇവർക്ക് നീതി കിട്ടും എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് കരുതുന്നു.